നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അന്തിക്കാടിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. മണലൂർ അയ്യപ്പങ്കാവ് സ്വദേശി ചക്കമടത്തിൽ വീട്ടിൽ ഷൈനിയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ഒക്ടോബർ 26 കാരമുക്ക് വിളക്കുകാൽ സ്വദേശി കിള്ളിയാടൻ വീട്ടിൽ വിഷ്ണുവിനെ പ്രതികളുമായി ഉണ്ടായ ഫോൺ സംഭാഷണത്തിന്റെ പേരിലുണ്ടായിരുന്ന പ്രശ്നത്തെ തുടർന്നാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. വിഷ്ണുവിനോടുള്ള വിരോധത്താൽ വിളക്കുകാലിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും വാഹനാപകടത്തിൽ പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന വിഷ്ണുവിന്റെ സഹോദരനെ മുഖത്ത് ഇടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നുമാണ് കേസ്. ഈ കേസിലെ മറ്റ് പ്രതികളായ മണലൂർ മനക്കോടി സ്വദേശി തട്ടിൽ വീട്ടിൽ വൈശാഖ്, മണലൂർ കോപ്പറേറ്റീവ് പാലാ സ്റ്റോപ്പ് സ്വദേശി അഖിൽ എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഷൈൻ 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHOVN കേഴ്സനും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകര ആലത്തൂർ മുണ്ടയ്ക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, കാഴ്ച, ശീവേലി, പഞ്ചവാദ്യം, പാണ്ടിമേളം, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയുണ്ടായി. എഴുന്നള്ളിപ്പിന് വയലൂർ പരമേശ്വരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും പഞ്ചവാദ്യത്തിന് കാവശ്ശേരി കുട്ടിക്കൃഷ്ണനും തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മേൽശാന്തി സഞ്ജു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തായമ്പക അരങ്ങേറി. കോതോർ വിഷ്ണു വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു തായമ്പക. തകർന്ന വീടിന്റെ ശേഷിപ്പിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ വയോധികയായ റോസി അന്തി ഉറങ്ങുന്നത് ഭയത്തിന് താഴെയാണ്. PMAY പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും സുരക്ഷിതമായൊരു വീട് ഇവർക്ക് സ്വപ്നമായി അവശേഷിക്കുന്നു. തൃക്കൂർ പഞ്ചായത്ത് വാർഡ് 13 തനിച്ച് താമസിക്കുന്ന പുല്ലുപറമ്പിൽ പരേതനായ ആന്റണിയുടെ ഭാര്യ റോസിയാണ് തകർന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഓടിട്ട വീട് ശക്തമായ കാറ്റിലും മഴയിലും പല തവണകളിലായി തകർന്ന് ഇപ്പോൾ തീർത്തും താമസയോഗ്യമല്ലാതായി. മാസങ്ങൾക്ക് മുൻപ് തൃക്കൂർ പഞ്ചായത്ത് അധികൃതർ ഈ വീട് താമസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ പഞ്ചായത്തിലെ PMAY ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉപഭോക്തൃ ലിസ്റ്റിൽ 58 ക്രമനമ്പറായി റോസി ഉൾപ്പെട്ടിരുന്നതാണ്. എന്നാൽ 165 പേരുണ്ടായിരുന്ന ലിസ്റ്റിൽ എല്ലാവർക്കും പുതിയ വീട് ലഭിച്ചപ്പോൾ ഇവർക്ക് മാത്രം വീട് ലഭിച്ചില്ല. റോസിയുടെ തൊഴിൽ കാർഡ് പരിശോധിക്കുമ്പോൾ ഇവർക്ക് വീട് ലഭിച്ചു എന്നാണ് രേഖകളിൽ കാണിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ കാരണത്താലാണ് ഇവരെ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നും പറയുന്നു. വിവരങ്ങൾ കൃത്യമായി സമർപ്പിക്കാനും മറ്റും കാര്യപ്രാപ്തിയില്ലാത്ത റോസിക്ക് ഇക്കാര്യത്തിൽ വലിയ ധാരണയൊന്നുമില്ല. ഞാൻ താഴ്ത്ത് ഒരു വീട്ടിലാണ് ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ചെക്കൻ കൂട്ടാക്കില്ല, അമ്മ ഇവിടെ കിടക്കണ്ട, എന്തെങ്കിലും അങ്ങ് ഒരു പട്ടികളി തിരിഞ്ഞു നോക്കാം, അങ്ങനെ ചെയ്യുന്നു. അപ്പൊ താഴ്ത്ത് പോയി കിടക്കും. എന്തെങ്കിലും അങ്ങ് പിന്നെ പറഞ്ഞത് കേൾക്കാണ്ട അങ്ങനെ ഇങ്ങനെ പറയുള്ളൂ. അത് വീഴാറായി, പഴയ വീടല്ലേ, പിന്നെ പൊളിച്ച് മേയും അങ്ങനെ നിൽക്കും. പിന്നെ വയ്യാണ്ടായിപ്പോ പിന്നെ പഞ്ചായത്തിലെ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായി. അവരെന്തിനാ ഇതിപ്പോ നമുക്ക് ഒരാൾ കുറ്റം പറയാനുള്ള ഇതില്ല, അവര് തീരുമാനിക്കുന്ന പോലില്ലേ അങ്ങനെ എന്ന് പറയല്ലാണ്ട് വേറെ വിശേഷമായിട്ട് പറയാറില്ല.
അപ്പം പെൺകുട്ടി പോയിട്ട് ഞാൻ ഇത് മോള് പോയൊക്കെ ചെയ്യാറുണ്ട്, എഴുതി കൊടുക്കാറൊക്കെ. ഏതു നിമിഷവും നിലം പൊത്താവുന്ന വീട്ടിൽ കഴിയുന്ന റോസിയുടെ ദുരിതാവസ്ഥ കണ്ട് വാർഡ് മെമ്പർ സൈമൺ നമ്പാടനാണ് ഇപ്പോൾ വിഷയം ഗൗരവത്തോടെ അധികൃതരുടെ മുന്നിൽ എത്തിക്കുന്നത്. PMAY ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഇവർക്ക് വീട് ലഭിച്ചുവെന്ന് രേഖകളിൽ വരാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും എത്രയും വേഗം ഇവർക്ക് പുതിയ വീട് ലഭ്യമാക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് സൈമൺ നമ്പാടൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സൈമൺ നമ്പാടൻ പറഞ്ഞു. നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ സ്ഥിരതാമസക്കാരിയാണ് റോസി ആന്റണി പുല്ലുപറമ്പിൽ ഹൗസ് പി എ കല്ലൂർ എന്നവർ. 13-ാം വാർഡിൽ മുസ്ലിം പള്ളി ദേശത്ത് സ്ഥിരതാമസക്കാരാണ്. ഇവർക്ക് പുതിയ വീടിനുള്ള അപേക്ഷ കഴിഞ്ഞ PMAY ലിസ്റ്റിൽ ആകെ 165 പേരാണ് ഉണ്ടായത്. അതിൽ 58ാമത്തെ പേരായിട്ട് ഇവരുടെ പേരുണ്ടായിരുന്നു. എന്നാൽ തന്നെ ആ 165 പേരിൽ ഇവർക്കൊഴികെ എല്ലാവർക്കും വീട് കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് 58ാമത്തെ പേരായിരുന്നു ഇവർക്ക് മാത്രം വീട് ലഭിച്ചിട്ടില്ല. കാരണമായി അധികാരികൾ പറയുന്നത് ഇവരുടെ തൊഴിൽ കാർഡ് പരിശോധിക്കുമ്പോൾ ഇവർക്ക് വീട് ലഭിച്ചു എന്നാണ് കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവർക്ക് വീട് ലഭിക്കാത്ത എന്നൊരു കാരണമായി നമുക്ക് അധികാരികൾ പലരും നമ്മളോട് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനോ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഇവരുടെ അവസ്ഥ കണ്ട് നമുക്കറിയാം അത്രയും ശോചനീയമായി വീട് തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് ആ പഴയ 58ാമത്തെ നമ്പറിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. നാട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് രാത്രി അന്തി ഉറങ്ങാൻ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന റോസി പകൽ മുഴുവൻ ഏതു നിമിഷവും നിലം പൊത്താവുന്ന ഈ വീട്ടിൽ തന്നെയാണ് തലയ്ക്ക് മുകളിലെ അപകടം അവഗണിച്ച് പ്രതീക്ഷയോടെ കഴിയുന്നത്. ഇതൊരു വീടാണ്, അല്ലെങ്കിൽ വീടായിരുന്നു. മാസങ്ങൾക്ക് മുൻപേ ഈ വീട് വാസയോഗ്യമല്ലെന്നും ഇതിൽ താമസിക്കരുതെന്നും കാണിച്ച് തൃക്കൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകിയ ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും പുല്ലുപറമ്പിൽ റോസി ആന്റണി എന്ന വയോധിക ഒറ്റയ്ക്ക് താമസിക്കുന്നത്. തീർത്തും ഭയാനകമായ ഭീതി നിറയ്ക്കുന്ന രീതിയിലാണ് ഈ വീടിനകം നമ്മൾ കയറി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. നേരത്തെ PMAY ലിസ്റ്റിൽ ഇവർ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഇവർക്ക് വീട് ലഭിച്ചു എന്നാണ് രേഖകളിൽ കാണിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിൽ അവർക്ക് ലഭിച്ച ആ വീട് എവിടെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഏതായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ മറുപടിയും നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. ശാന്തിപുരം പള്ളിനട സ്വദേശി കരിനാട്ട് വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 18-നായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡിൽ സർവീസ് റോഡരികിൽ വെച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിനാണ് അറസ്റ്റ്. അഖിൽ 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം, GASI സിബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ, സിവിൽ പോലീസ് ഓഫീസർ CU വിഷ്ണു, ശ്യാംകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വീണ്ടും ഇടിഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,11,250 രൂപയും ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,910 രൂപയുമായി. തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമായി 2 തവണ ഇടിഞ്ഞ ശേഷം സ്വർണ്ണവില കുതിച്ചു കയറിയിരുന്നു. വൈകിട്ട് 2 തവണയാണ് സ്വർണ്ണവില ഉയർന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ റിസർവ് തലവനായി കെവിൻ വാർഷിനെ നാമനിർദ്ദേശം ചെയ്തതാണ് വിപണിയെ പിടിച്ചുലച്ചത്. പണപ്പെരുപ്പത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് വാർഷ് എന്നത് ഡോളറിന്റെ മൂല്യം ഉയരാൻ കാരണമായി. ഡോളർ കരുത്താർജിച്ചതോടെ നിക്ഷേപകർ സ്വർണവും വെള്ളിയും വിറ്റഴിച്ച് ഡോളറിലേക്ക് നീങ്ങി. ആഗോളതലത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും പുതിയ US നയങ്ങളോടുമുള്ള വിപണിയുടെ പ്രതികരണവുമാണ് ഇപ്പോഴത്തെ ഈ അപ്രതീക്ഷിത വിലത്തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 13,910 രൂപയും പവന് 1,11,280 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.